ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ചെമ്മീൻ റോസ്റ്റ് രണ്ട് തരത്തിൽ ചെയ്യും. ഫ്രൈ ചെയ്തിട്ടും ഫ്രൈ ചെയ്യാണ്ടും. നമ്മളിതിനകത്ത് ഫ്രൈ ചെയ്തിട്ടാണ് ചെയ്യണേ കേട്ടോ. ഫ്രൈ ചെയ്തിട്ട് ചെയ്യുന്നതിന് ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 500 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് ക്ലീൻ ചെയ്യുന്നതിന് മുന്നാണ് കേട്ടോ 500 ഗ്രാം. ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ അതിനേക്കാളും കുറവായിരിക്കും. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ നടുവിലുള്ള ആ ഞരമ്പുണ്ടല്ലോ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ഫുള്ളായിട്ട് ചേർക്കണ്ട കേട്ടോ. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ പിരിയമുളകിൻ്റെ പൊടിയാണ് ചേർക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ സാധാ മുളക് പൊടിയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണോ 1.5 ടീസ്പൂണോ ചേർത്താൽ മതിയാവും. അതിന് എരിവ് കൂടുതലാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂണിനേക്കാളും താഴെ ഉപ്പ് ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ നാരങ്ങാനീരാണ് ചേർക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നാരങ്ങാനീര് ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, വിനാഗിരി ചേർത്താലും മതി കേട്ടോ. 1 ടീസ്പൂൺ. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. ഇത് 1.5 ടീസ്പൂൺ ഉണ്ട്. ഞാനിവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയിട്ടല്ല ചേർക്കണത്, നല്ല ഫൈനായിട്ട് ചതച്ചിട്ടാണ് ചേർക്കണം കേട്ടോ. ഏത് രീതിയിലാണെങ്കിലും കുഴപ്പമില്ല, പേസ്റ്റ് ചേർക്കണമെങ്കിൽ പേസ്റ്റ് ചേർക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നല്ല ഫൈനായിട്ട് ഇതുപോലെ ചതച്ചിട്ട് ചേർക്കാം. എന്നിട്ട് ഇത്രയും നമുക്ക് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് എക്സ്ട്രാ വെള്ളം ഇത് കുഴയ്ക്കാനായിട്ട് ചേർക്കേണ്ടി വരുന്നില്ല എനിക്ക്. കണ്ടോ, ഇതിപ്പോൾ കറക്റ്റാണ്. ഇപ്പോൾ അഥവാ നിങ്ങൾക്ക് ഇത് ഡ്രൈ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. ഇനി ഇതൊരു 30 മിനിറ്റ് നേരത്തേക്ക്, കുറഞ്ഞത് ഒരു 30 മിനിറ്റ് നേരത്തേക്കെങ്കിലും നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കാം. ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 40 മിനിറ്റിനേക്കാളും കൂടുതൽ നേരം നിങ്ങളിത് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ. ഇതിപ്പോൾ നമുക്കൊരു 30 മിനിറ്റ് വെക്കാം. അപ്പോൾ ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് നമ്മൾ കുടംപുളി ഇട്ടിട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതുപോലത്തെ 2 ചെറിയ കഷ്ണം കുടംപുളി എടുക്കാം. നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് ഈ വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. അപ്പോൾ ചിലർക്ക് കുടംപുളി എന്നിട്ട് വെക്കണമെന്നിട്ട് ടേസ്റ്റ് അത്ര ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഈ കുടംപുളി ഇടുന്നുള്ള ഈ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഇതങ്ങ് ഒഴിവാക്കുക. ഓക്കെ, ഈ സ്റ്റെപ്പ് ആഡ് ചെയ്യണ്ട നിങ്ങൾ. അതല്ലെന്നുണ്ടെങ്കിൽ പിഴിപുളി ചേർക്കുക, അതായത് വാളംപുളി, tamarind എന്ന് പറയുന്നത്, അത് ചേർക്കുക കേട്ടോ. ഇത് നമ്മൾ റോസ്റ്റ് ചെയ്യുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് റോസ്റ്റിലേക്ക് ചേർക്കണ നേരം ആകുമ്പോഴത്തേക്കും നന്നായിട്ട് കുതിർന്ന് വരും. അപ്പോൾ കുടംപുളി ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ്ലി ഒഴിവാക്കിക്കോളാം കേട്ടോ. പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പരന്ന പാൻ വെക്കുന്നുണ്ട്. എന്ത് പാനായാലും കുഴപ്പമില്ല, പരന്ന പാൻ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. അധികം വെളിച്ചെണ്ണ വേണ്ട അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ചട്ടി അനുസരിച്ചിട്ട് വെളിച്ചെണ്ണയുടെ അളവിലൊക്കെ വ്യത്യാസം വരും. ഞാനിപ്പോൾ ഏകദേശം ഒരു 2.5-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അന്നേരത്തേക്ക് നമുക്ക് ചെമ്മീൻ ഓരോന്നായിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചെമ്മീൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ കുക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബർ പോലെയാവും. അപ്പോൾ നമുക്കിപ്പോൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് വീണ്ടും റോസ്റ്റിലേക്ക് ചേർത്ത് വീണ്ടും കുക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ നേരം ഇത് ഫ്രൈ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഒരു സൈഡ് ഒരു 1.5-2 മിനിറ്റ് നേരത്തേക്ക് മാത്രം ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് നേരം മൊരിയിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ചെമ്മീൻ നല്ല പാകത്തിന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരുപാടൊന്നും കുക്കായിട്ടില്ല, എന്നാൽ ആവശ്യത്തിന് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമുക്ക് ചെമ്മീൻ ഓരോന്നായിട്ട് എടുത്ത് മാറ്റാം. ചെമ്മീൻ മാറ്റുമ്പോൾ ഓയിൽ മാക്സിമം ചട്ടിയിൽ വരുന്ന രീതിയിൽ മാറ്റിക്കോളൂ കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓയിൽ ഒഴിക്കേണ്ടി വരും. ചെമ്മീനകത്തും കുറേ ഓയിൽ പോവും. വീണ്ടും നമ്മൾ ചട്ടിയിൽ ഇനി റോസ്റ്റ് ചെയ്യാനായിട്ട് കൂടുതൽ ഓയിൽ ഒഴിക്കേണ്ടി വരും. ഇപ്പോൾ ചെമ്മീൻ എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് തുറന്ന് വെക്കേണ്ട, തുറന്ന് വെച്ചാലും ചെമ്മീൻ ഹാർഡായി പോവും. നമുക്കിത് അടച്ച് വെക്കാം. എന്നിട്ട് ഇതേ ചട്ടി ഉണ്ടല്ലോ, ഈ സെയിം ചട്ടിയിൽ തന്നെയാണ് നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അതായത് സവാളയൊക്കെ വഴറ്റാൻ പോകുന്നത് ഇതിനകത്ത് തന്നെയാണ്. ഇപ്പോൾ ചട്ടി നല്ല ചൂടായിട്ടിരിക്കുകയാണ്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇതിനകത്തുണ്ട്. അഥവാ പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 4 വലിയ അല്ലി വെളുത്തുള്ളി ചതച്ചതും 1.5 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചതും ചേർക്കാം. നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ അത്യാവശ്യം നല്ല എരിവുള്ള 3 പച്ചമുളക് നെടുകെ കീറിയിട്ടാണ് ചേർക്കണം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞ് വരുന്ന നേരം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള സവാള നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള അരിയുമ്പോൾ നല്ല നേരിയതായിട്ട് അരിയാം കേട്ടോ. എന്നാലാണ് നമ്മൾ റോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അത് മുരിഞ്ഞ് വരാനും എളുപ്പമായിരിക്കും. സവാളയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണിൽ താഴെ ഉപ്പ് ചേർക്കാം. നമ്മൾ ഓൾറെഡി ചെമ്മീനിൽ ഉപ്പിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ കുറച്ച് ചേർത്താൽ മതി. ഇപ്പോൾ ഉപ്പ് ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സവാള നന്നായിട്ട് മുരിഞ്ഞ് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ വഴറ്റണം. അതിന് കുറച്ച് സമയം എടുക്കും. നല്ല ക്ഷമയോട് കൂടിയിട്ട് വഴറ്റാം. ചെമ്മീൻ റോസ്റ്റ് എന്നല്ല, ഇനി ഏത് റോസ്റ്റ് ആണെങ്കിലും സവാള നന്നായിട്ട് വഴണ്ട് നല്ല മൊരിഞ്ഞ് വരുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവണതേ.
കണ്ടോ, ഇപ്പോൾ സവാള നന്നായിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്, വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികൾ ചേർക്കുന്നതിന് മുന്നേ തീ ഒന്ന് കുറച്ച് വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി നമുക്ക് കൂടുതൽ ചേർക്കണ്ട കേട്ടോ, അതിനകത്ത് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ 3/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കാം, ഫെനൽ സീഡ്സിൻ്റെ പൊടി, ഫെനൽ പൗഡർ. 2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഈ റോസ്റ്റ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. പിന്നെ 1 ടീസ്പൂൺ നല്ല മുളക് പൊടിയാണ് ചേർക്കണത്, അതായത് എരിവുള്ള മുളക് പൊടി കേട്ടോ. പൊടികളെല്ലാം ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെ ഒരു പച്ചമണം, ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ നമുക്ക് വഴറ്റണം. പൊടികളുടെ പച്ചമണം മാറിയില്ലെങ്കിലും ടേസ്റ്റ് കുറയും റോസ്റ്റിന്, അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. പച്ചമണം മാറി വരുമ്പോൾ പൊടികളുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും. നമുക്ക് സവാളയിൽ കൂടെ കുറച്ച് ഓയിലൊക്കെ വെളിയിലോട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ കളറൊക്കെ നല്ല ഡാർക്ക് ആയിട്ടുണ്ട്. മസാലപ്പൊടികളെല്ലാം നന്നായിട്ട് മുരിഞ്ഞ് കുക്കായിട്ടുണ്ട്, പച്ചമണമൊന്നുമില്ല ഇപ്പോൾ. അപ്പോൾ ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. 1 തക്കാളിയുടെ പകുതി അരിഞ്ഞ് ചേർക്കാം. ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുടംപുളിയില്ലേ, അതിനകത്തുനിന്ന് അതിൻ്റെ വെള്ളം മാത്രം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. കുടംപുളി ഇപ്പോൾ ചേർക്കണ്ട കേട്ടോ. കുടംപുളി ആദ്യമേ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പുളി കൂടി പോകും. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. തീ നല്ലോണം കുറച്ച് വയ്ക്കാം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചട്ടി അടിയിൽ കരിഞ്ഞു പിടിക്കും. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ തക്കാളി നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. അന്നേരം നമുക്ക് അടപ്പ് തുറന്നിട്ട് തവി വെച്ച് ഒന്ന് ഉടച്ച് മസാലയുമായിട്ട് യോജിപ്പിക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് നമ്മൾ മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ആ ബാക്കിയുള്ള 2 കുടംപുളിയുടെ കഷ്ണങ്ങളും കൂടിയിട്ട് ആഡ് ചെയ്യാം. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടിയിട്ട് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഈ പുളിയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് പുളി ആവശ്യത്തിനുണ്ട്, ഇനി പുളി വേണ്ട എന്നുണ്ടെങ്കിൽ ഈ കഷ്ണങ്ങൾ എടുത്ത് മാറ്റിക്കോളൂ കേട്ടോ. പുളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ കിടന്നോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റുക. ഈ സമയത്ത് ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് കുറവാണെന്നാണ് തോന്നിയത്, അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് 1/2 ഗ്ലാസ് ചൂടുവെള്ളമാണ്. 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു 3-4 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ലോയിനും മീഡിയത്തിനും ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അപ്പോഴത്തേക്ക് എല്ലാം കൂടി നന്നായി മിക്സായി, എല്ലാത്തിൻ്റെ ടേസ്റ്റും നന്നായിട്ട് മിക്സായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് കാണാൻ പറ്റും. ഒരു 3-4 മിനിറ്റോളം ഞാൻ അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞിട്ടുണ്ട്, ടേസ്റ്റും എല്ലാം കറക്റ്റാണ്. അഥവാ നിങ്ങൾക്ക് എരിവ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുരുമുളകിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പുളി വേണമെങ്കിൽ എടുത്ത് നിങ്ങൾക്ക് മാറ്റാം ഇതിനകത്തുനിന്ന്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പേര് ഐഷ സലീം എന്നാണ്. ഐഷ സലീമിന് എൻ്റെ പ്രത്യേക അന്വേഷണം അറിയിക്കുകയാണ്. എൻ്റെ അടുത്ത് കമൻറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ എൻ്റെ പേര് പറയണേ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സന്തോഷമായില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോസ് ഇനിയും തുടർന്നും കാണാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എല്ലാവരുടെ കമൻറ്റും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കാണുമോ എന്ന് എനിക്കറിയില്ല. ഒരുപാട് നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമുക്ക്. ആയിഷയെ പോലെ വിന്ദുഷ, അതേപോലെ തന്നെ ഇന്ദു, വാർണികശ്രീ, അങ്ങനെ ഒത്തിരി പേരുണ്ട്. എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് ഹായ്. എനിക്കറിയാം ഒത്തിരി പേരുടെ പേര് ഞാൻ പറയാതെ മിസ്സായി പോയിട്ടുണ്ടെന്ന്. എല്ലാവർക്കും വേണ്ടിയിട്ട്, എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടിയിട്ട് ഒരു വീഡിയോ, എല്ലാവരെയും മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ തുടർന്ന് നിങ്ങൾ എല്ലാവരും വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.